نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുകയാണോ? എല്ലാവരും അടിപൊളിയല്ലേ? സെറ്റല്ലേ? നമ്മുടെ ക്രിസ്മസ് പരീക്ഷകളൊക്കെ വളരെ മുറപ്രകാരം ഇങ്ങനെ നടന്നുകൊണ്ട് പോയിരിക്കുകയാണ്. നടന്നുകൊണ്ടാണോ പോകുന്നത്? ആണോ? നടന്നുകൊണ്ട് പോവാണ് പോലും അല്ലേ? നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ മക്കളെ? പരീക്ഷകളൊക്കെ എന്ത് ചെയ്യാനാണ്? അടിപൊളിയായിട്ട് സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്ത് പ്രശ്നമുള്ളത്? ആർക്കാ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ പരീക്ഷകൾ എഴുതുന്നുണ്ട്. ഇല്ലേ? എഴുതുന്നില്ലേ? ഉണ്ട്. അടുത്ത പരീക്ഷ ഏതാ? അടുത്ത പരീക്ഷ ഇനി മാത്സ് പരീക്ഷയാണ്. അറബി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാത്സ് പരീക്ഷ വരാൻ പോവാണ് അല്ലേ? മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് എനിക്ക് മടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചാനൽ കണ്ടിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒന്ന് പോയി ഒരു സബ്സ്ക്രൈബ് ചെയ്യടാ. എല്ലാവരും പോയിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വേഗം ഇപ്പൊ തന്നെ പോയിട്ട് ഒരു സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്ത് നല്ല കുട്ടികളല്ലേ എല്ലാവരും പോയിട്ട് ഒരു സബ്സ്ക്രൈബ് വേഗം ചെയ്തോളൂ. ഓക്കെ, റെഡിയാണോ? സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സമയമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടെ, അതിൻ്റെ കൂടെ സമയം, ഒരു ലൈക്കും കൂടെ കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം. നമ്മുടെ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയും വേണം. ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ കൊടുക്കണം. നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിടാ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം മിക്സ് ആവും ഇല്ലേ? രൂപങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്സ് അല്ലേ? മാത്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു രൂപങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തില് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, ഇങ്ങോട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയുള്ള ഷേപ്പുകൾ അല്ലെ? ഒരുപാട് ഷേപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അതിൽ നമ്മൾ സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അതേപോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത്, സ്ക്വയർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഷേപ്പുകൾ അല്ലെ? ത്രികോണം, വൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷേപ്പുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചതുരം, വൃത്തം, ത്രികോണം എന്ന് പറഞ്ഞിട്ടുള്ള ഷേപ്പുകളാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും രൂപങ്ങൾ, ഇത്രയും ഷേപ്പുകൾ തന്നിട്ട് അതിൽ നിന്ന് രൂപങ്ങൾ നിർമ്മിക്കാൻ പറയും. കണ്ടോ, ഇതിലോരോ രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതാ പൂച്ചയുണ്ട്, അതേപോലെ തന്നെ റോബോട്ടിനെ പോലെ ഒരാളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ രൂപങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ഷേപ്പുകളാണ് അത് എണ്ണി നോക്കി എഴുതാനുണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്ത് നിന്ന് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ ഒരു പാഠത്ത് നിന്ന്, ഈ പാഠം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷേപ്പുകളെ പറ്റിയിട്ടാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. ഷേപ്പുകൾ, ഈ 3 ഷേപ്പുകൾ നമ്മൾ പറഞ്ഞ വൃത്തം, ചതുരം, അതേപോലെ തന്നെ ത്രികോണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ഷേപ്പുകളെ പറ്റിയിട്ട് നമുക്ക് നല്ല ഐഡിയ വേണം. ഈ 3 ഷേപ്പുകളെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗത്തിലുടനീളം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അത്രയേ ഉള്ളൂ. ആ ഒരു പാഠത്തിൽ അത്രയേ ഉള്ളൂ. ഷേപ്പുകളെ പറ്റി പഠിക്കുക, എത്ര ഷേപ്പുകളാണുള്ളതെന്ന് അറിയാം. ഈ ഷേപ്പുകൾ ചിലപ്പോൾ എണ്ണി നോക്കിയിട്ട് എഴുതാൻ വരും, അല്ലെങ്കിൽ ഷേപ്പുകൾ വെച്ചിട്ട് എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ പറയും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അത്രയേ ഉള്ളൂ. അടുത്തത് ഒരുപോലുള്ളവർ ചേരുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു, അതായത് ഇതിൽ പഠിപ്പിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതായത് ഗുണിക്കാൻ വേണ്ടി ഇൻറ്റു ചെയ്യാന്നൊക്കെ പറയൂലേ, ഗുണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാഠത്തെ പഠിപ്പിക്കുന്നത്. കണ്ടോ, കളിവണ്ടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യം ഇവിടെ നോക്കൂ. കളിവണ്ടി, ക്ലാസ്സിൽ കളിവണ്ടി ഉണ്ടാക്കുകയാണ്. രാജുവും ഉണ്ടാക്കി കളിവണ്ടികൾ. ഒരു വണ്ടിക്ക് 3 ചക്രം, കുപ്പിയുടെ അടപ്പുകളാണ് ചക്രങ്ങൾ. രാജുവിന് 4 വണ്ടികൾ ഉണ്ടാക്കണം. എത്ര അടപ്പുകൾ വേണം അല്ലെ? 4 വണ്ടിയാണ് ഉണ്ടാക്കേണ്ടത്. എത്ര അടപ്പുകൾ വേണം? 3 ചക്രം വെച്ചിട്ട് അല്ലെ? അപ്പൊ 3 ചക്രം വെച്ചിട്ട് 4 അടപ്പുകൾ വേണം. 3നെ 4 കൊണ്ട് ശരിക്കും ഗുണിച്ചാൽ മതി. അതായത് 3 4 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം എങ്ങനെ ചെയ്താൽ മതി? 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെ, ഗുണിച്ചാൽ മതി. ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? 12 എന്നതിന്റെ ഉത്തരങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ഇത് നോക്കൂ, പൂക്കൾ എത്ര? ഗണിത ലാബിൽ എത്തിയ കുട്ടികൾ പൂക്കൾ നിരത്തി വെച്ചു. എന്നിട്ട് ഒരു വരിയിൽ എത്ര പൂക്കളുണ്ട്? വരി നോക്കുക. ഒരു വരിയിൽ എത്ര പൂക്കളുണ്ട്? എത്ര വരികളുണ്ട്? ആകെ എത്ര പൂക്കളുണ്ട്? അപ്പൊ വരിയും അതേപോലെ തന്നെ ഒരു വരിയിലെ പൂക്കളുടെ എണ്ണവും വരിയും കിട്ടിയാൽ മതി. ഒരു വരിയിലുള്ള പൂക്കളുടെ എണ്ണവും എത്ര വരിയാന്ന് കിട്ടിയാൽ ആകെ എത്ര പൂക്കളുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റൂല. എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്നുള്ളത്. റോം, കോളം, ആ ഒരു സംഭവം നമുക്ക് വേറെ വരുന്നുണ്ട് അല്ലെ? ഓക്കെ, റെഡി. അതേപോലെ തന്നെ മക്കളെ ഇതേപോലെയുള്ള പാറ്റേൺസ്
പാറ്റേൺസ്, ഇതേപോലെയുള്ള പാറ്റേണുകൾ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാറ്റേൺ 2, 4, 6, അതേപോലെ തന്നെ 3, 6, 9 ഇതേപോലെയുള്ള പാറ്റേണുകൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പൊട്ടുകൾ എത്ര, ഇങ്ങനെയുള്ളതാ വ്യത്യസ്ത രീതികൾ എപ്പോഴും 1, 2 ആയാലും 3 ആയാലും 4 ആയാലും ഒക്കെ ഒരു സംഭവം നോക്കൂ, വ്യത്യസ്ത രീതിയിൽ, അതായത് ഡിഫറൻറ്റ് വേസിൽ നമുക്ക് ഇങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ വേണ്ടി പറ്റണം. ഡിഫറൻറ്റ് വേവ്സിൽ 12നെ 12നെ നമ്മൾ ഡിഫറൻറ്റ് വേവ്സിൽ എന്ത് ചെയ്യാണ് നമ്മൾ കാണുക ഇല്ലേ, നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റണം. ഇതേപോലെ മറ്റൊരു സംഖ്യ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അങ്ങനെ കാണാൻ വേണ്ടി പറ്റണം. ഈ ഒരു സംഭവം നോക്കി വെക്കുക, അതെന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ സ്കൂൾ സ്റ്റോർ കണ്ടോ, ഇതേപോലെ നീളമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യം തന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒരു 4ഓ 5ഓ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അധികവും വരും. വില വിവര പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള കണക്കുകൾ സ്കൂൾ സ്റ്റോർ എന്ന് പറയുന്ന ഇതേപോലെയുള്ള കണക്കുകൾ എന്ത് ചെയ്യുക നോക്കുക. അതേപോലെ തന്നെ കാറ്റാടിക്കുന്ന് യു പി സ്കൂൾ കണ്ടോ, കാറ്റാടിക്കുന്ന് യു പി സ്കൂൾ 1ാം ക്ലാസ്സിൽ 201 കുട്ടികളുണ്ട്. അതിനേക്കാൾ 14 കുട്ടികൾ കുറവാണ് 2ാം ക്ലാസ്സിൽ. അതായത് 201 കുട്ടികളുണ്ട്, അതിനേക്കാൾ 14 കുട്ടികൾ കുറവാണ് 2ാം ക്ലാസ്സിൽ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, അതിൽ നിന്ന് കുറച്ച് നോക്കണം. അപ്പൊ എത്രയാ കുട്ടികൾ എന്നുള്ളത് കിട്ടും ഇല്ലേ. ഇങ്ങനെയുള്ള കണക്കുകൾ ഈ കാറ്റാടിക്കുന്ന് യു പി സ്കൂൾ എന്ന് പറയുന്ന ഇതേപോലെയുള്ള കണക്കുകൾ, ഈ കണക്ക് നന്നായിട്ട് ചെയ്തു നോക്കുക. ഇതേപോലെയുള്ള കണക്കുകൾ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അധികവും ചോദിക്കുന്നതാണ്. അതിന്റെ മോഡൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണക്കാണ്, എനിക്ക് അത്ര തലേ കയറൂ, ഞാനിനി പിന്നെ പഠിക്കുകയൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. കണക്കാന്ന് വിചാരിച്ചിട്ട് എന്താ, കണക്കൊക്കെ സിമ്പിളാണ്. ഗണിതം മധുരം അല്ലേ, മധുരം ലഡു തിന്നുന്നത് പോലെ നമുക്ക് ഗണിതം തിന്നാൻ പറ്റും, മാത്സ് തിന്നാൻ പറ്റും. എന്താ നമുക്കൊന്നും പറ്റൂലേ, പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതിന് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് നേരവും കാലവും എന്ന് പറയുന്ന ഈ ഒരു പാഠം 6ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതിന്റെ പേര് ഇംഗ്ലീഷിൽ അറിയാലോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാനതും പറയുന്നുണ്ടല്ലോ കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. മലയാളം ടെക്സ്റ്റ് ബുക്ക് എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ക്ലോക്കിനെ പറ്റിയാണ് നമുക്ക് പറയുന്നത്. ഒരു ക്ലോക്ക്, ആ ക്ലോക്കിൽ നോക്കിയിട്ട് നമുക്ക് ടൈം അറിയണം, ടൈം നോക്കാൻ അറിയണം. അതിൽ ചെറിയ സൂചി, വലിയ സൂചി അല്ലേ, അതായത് സെക്കൻഡ് സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, മണിക്കൂർ സൂചിയുണ്ട് അല്ലേ. അതായത് സെക്കൻഡ് സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, ഹവേഴ്സിന്റെ സൂചിയുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ടൈം നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അറിയണം. അതേപോലെ തന്നെ ഒരു ക്ലോക്കിലെ ഏറ്റവും വലിയ സൂചി എന്ന് പറയുന്നത് ഏതാണ്, അത് സെക്കൻഡ് സൂചിയാണ് അല്ലെ. ഏറ്റവും വലിയ സൂചി എന്ന് പറയുന്നത് സെക്കൻഡ് സൂചിയാണ്. അങ്ങനെ കിടി ഓരോ സെക്കൻഡ് പോകുന്ന സാധനമില്ലേ, വാച്ച് ഇവിടെ അല്ലേ കാണിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ. ഞാനിനി വാച്ചും ക്ലോക്കും ഒന്നും എടുത്തുകൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടീച്ചർമാര് പഠിപ്പിച്ചല്ലേ, മാഷ്മാര് പഠിപ്പിച്ചല്ലേ ആണ്. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോവാണ്. ഈ സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ കണ്ടടാ മക്കളെ. 9 മണി 5 മിനിറ്റ്, 9 മണി 10 മിനിറ്റ് അല്ലെ, 9 o'clock and 10 minutes അല്ലെ. ഈ ഒരു സംഭവം എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ക്ലോക്കുകളുടെ കണക്കുകൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കുക. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നോക്ക്, കാനന ദിനത്തിനോടനുബന്ധിച്ച് കാട്ടിൽ ഓട്ട മത്സരം നടക്കുകയാണ് അല്ലെ. ഇങ്ങനെയുള്ളത്, അതായത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 10 മണിയും 10 മിനിറ്റും കഴിഞ്ഞാൽ എത്രയാണ്, 10:10 അല്ലെ. 10 മണിക്ക് ഒരാൾ പിന്നെ ഇവിടെ എത്തി, അടുത്ത ആള് 10 മിനിറ്റ് ശേഷമാണ് എത്തിയത്. അപ്പൊ എത്രയായി, 10:10 അല്ലേ. ഒരാള് പിന്നെ 1 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ട്രെയിൻ വന്നത് 10 മിനിറ്റ് വൈകിട്ടായിരുന്നു. അപ്പൊ എത്രയാണ് സമയം, 1:10 അല്ലെ. 1 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി, 10 മിനിറ്റ് ട്രെയിൻ വൈകി വന്നു. അപ്പൊ എത്രയായി, 1:10 അല്ലെ, 1:10 അല്ലേ. അങ്ങനെയുള്ള കണക്കുകൾ കണ്ടോ, ഇത് കണ്ടോ, 10 മിനിറ്റ് 10 മണിക്കാണ് മത്സരം തുടങ്ങിയത്. ഇവർ ഓരോരുത്തർ ലക്ഷ്യത്തിലെത്തുന്ന സമയം രേഖപ്പെടുത്തു. 10 മണി 1 മിനിറ്റ്, 10 മണി 2 മിനിറ്റ്, 10 മണി 3 മിനിറ്റ്, 10 മണി 4 മിനിറ്റ്. ഇതേപോലെയുള്ള കണക്കുകൾ മക്കളെ, ഇതേപോലെയുള്ള കണക്കുകൾ എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇതേപോലെയുള്ള കണക്കുകൾ സമയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതേപോലെയുള്ള കണക്കുകൾ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. അതേപോലെ തന്നെ എത്ര മണിക്കൂർ, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എത്ര മണിക്കൂറാണ്, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എത്ര മണിക്കൂറാണ്. ഇതുപോലെ മണിക്കൂറുകൾ, അവേഴ്സ് കണക്ക് കൂട്ടാൻ നമ്മളോട് ചോദിക്കും. ആ ഒരു സംഭവം കൂടെ എൻ്റെ മക്കൾ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. തീവണ്ടി യാത്ര, തിരുവനന്തപുരത്ത് നിന്ന് വേണാട് എക്സ്പ്രസ് രാവിലെ 5 മണിക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 12:45 ഷൊർണൂരിലെത്തും. യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര. ഇതേപോലെയുള്ള കണക്കുകൾ എനിക്ക്
എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള കണക്ക് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയിൽ ഇതേപോലുള്ള കണക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഈ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അതിനെന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടി പറ്റണമെങ്കിൽ കണക്കുകളൊക്കെ വായിച്ചു നോക്കണം, കണക്കുകളൊക്കെ ചെയ്തു നോക്കണം. വായിച്ചു നോക്കിയിട്ട് കാര്യമില്ല, ചെയ്ത് തന്നെ നോക്കണം. വേണം. അത് കഴിഞ്ഞു അല്ലേ? സമയത്തിന്റെ കാര്യവും കഴിഞ്ഞു. ഇനി അടുത്തത് എന്ന് പറയുന്നത്, അടുത്തത് എവിടെ? പാർട്ട് 2 അല്ലേ? പാർട്ട് 2 ഇംഗ്ലീഷ് മീഡിയം ആണ് തോന്നുന്നുണ്ടല്ലേ ഇത്? പാർട്ട് 2. ഓക്കെ, പാർട്ട് 2 നമുക്കതാ വരി വരിയായും നിരയായും എന്ന് പറഞ്ഞിട്ട് റോസ് ആൻഡ് കോളംസിന്റെ ഈ ഒരു സംഭവം. ഇതിൽ വരി നിര അത് നിങ്ങൾ പഠിക്കണം. വരി നിര അതാണ് ഈ പ്രധാനപ്പെട്ട ഈ ഒരു പാഠത്തിൽ. വരി ഏതാണ്, നിര ഏതാണ്, എന്നിട്ട് വരിയും നിരയും കണ്ട് അതൊക്കെ ഗുണിച്ചു നോക്കിയിട്ട് എഴുതാനുള്ളതാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അല്ലേ? ഇതിൽ ഒരുപാട് കണക്കുകൾ, ഇങ്ങനെയുള്ള പാറ്റേണുകൾ കണ്ടോ മക്കളെ? ഇങ്ങനെയുള്ള പാറ്റേണുകൾ, പാറ്റേൺസ് ആൻഡ് ടാബിൾ അല്ലേ? പാറ്റേൺസ് ആൻഡ് ടാബിൾ 7ന്റെ ഗുണിതങ്ങളാണ്, 8ന്റെ ഗുണിതങ്ങളാണ്, 9ന്റെ ഗുണിതങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? അറിയേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക കേട്ടോ. ഇതിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അതേപോലെ തന്നെ മെഷർ ആൻഡ് ടെൽ എന്ന് പറയുന്ന ഈ ഒരു പാഠം, മെഷർ ആൻഡ് ടെൽ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൽ, അളന്നു പറയാം എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൽ സ്കെയിലാണ്. സ്കെയിലിൻ്റെതാണ്. സ്കെയിൽ അല്ലേ? സ്കെയിൽ എത്ര സെന്റിമീറ്റർ സ്കെയിൽ ഉണ്ട്? 15 സെന്റിമീറ്റർ സ്കെയിൽ ഉണ്ട്. അതേപോലെ തന്നെ 30 സെന്റിമീറ്റർ സ്കെയിൽ ഉണ്ട് അല്ലേ? സ്കെയിലുള്ള അളവുകൾ. അതേപോലെ തന്നെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലേ? അതൊക്കെ ഇവിടെ പറയുന്നില്ലേ? 100 സെന്റിമീറ്റർ 1 മീറ്റർ ആണ്. ഇതാ ഇവിടെ പറയുന്നില്ലേ? 100 സെന്റിമീറ്റർ 1 മീറ്റർ ആണ്. ഈ ഒരു സംഭവം തന്നെ 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇതേപോലെയുള്ള സ്കെയിലുമായി ബന്ധപ്പെട്ട ഒരു സ്കെയിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് അളന്നിട്ട് നമുക്കത് തിട്ടപ്പെടുത്തി എഴുതാൻ വേണ്ടി കഴിയണം. ഈ ഒരു പാഠത്തുനിന്നും അതേപോലെ തന്നെ ചെറിയ ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുക എൻ്റെ മക്കൾ? ഈ ഒരു പാഠത്തിലുള്ള സ്കെയിലിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ, കൂടുതൽ വലിയ സംഭവമൊന്നുമില്ല. ഇനി ഇതിൽ 2-3 കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ആ കണക്കുകളൊക്കെ ലാസ്റ്റിലേക്കുള്ള 2-3 കണക്കുകൾ. മെഷറിംഗ് ജാർസ്, ഇത് ലിറ്ററിൻ്റെതാണ്. ഈ ലിറ്ററിന്റെ കാര്യങ്ങളും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ പറയുന്നുണ്ട് അല്ലെ? ലിറ്ററിന്റെ കാര്യങ്ങളും 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. ഈ ലിറ്ററിന്റെ കണക്കുകളും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ സെന്റിമീറ്ററിന്റെ കണക്കുകളും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. സെന്റിമീറ്ററും മീറ്ററും അതേപോലെ തന്നെ ലിറ്ററും മില്ലി ലിറ്ററും അല്ലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 കണക്കുകളൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു പാഠത്തൊന്ന് ചെയ്തു നോക്കുക. അതായത് കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. 4, 5, 6, 7, 8 പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു 8 പാഠത്തിൽ നിന്ന് നമ്മളോട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എഴുതാൻ വേണ്ടി കഴിയണം. പേടിയില്ലാതെ പോയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. 1ാമത്തെ പാഠത്തിൽ നിന്ന് രൂപങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന പാഠമാണ് 1ാമത്തെ പാഠം എന്ന് പറയുന്നത്. ആ ഒരു പാഠത്തിൽ നിന്ന് ഷേപ്പുകളെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. 2ാമത്തെ പാഠത്തിൽ നിന്ന് എന്ന് പറയുന്നത് 5ാമത്തെ പാഠം അല്ലെ? ഒരുപോലുള്ളവർ ചേരുമ്പോൾ എന്ന് പറയുന്ന ആ പാഠത്തില് ഗുണിക്കാനാണ്. മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കുക ആരൊക്കെ പിടിച്ചു ഗുണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അടുത്തത് നേരവും കാലവും എന്ന് പറയുന്ന പാഠാണ്. ആ പാഠത്തിൽ നിന്ന് ക്ലോക്ക് നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഈ ക്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കണക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സമയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കണക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടില്ലേ? ആ ഒരു സംഭവം ഒന്ന് പഠിക്കുക. അതേപോലെ തന്നെ റോസിന്റെയും കോളത്തിന്റെയും ഒക്കെ ആ ഒരു പാഠത്തിൽ നിന്ന് 2-3 കണക്കുകൾ അതിൽ പറയുന്ന ലോങ് കണക്കുകൾ ഉണ്ടല്ലോ, ആക്ടിവിറ്റീസ് പറഞ്ഞ് ആ 2-3 കണക്കുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത പാഠം എന്ന് പറയുന്നത് മെഷർ ആൻഡ് ടെൽ, അളന്നു പറയാം എന്ന് പറയുന്നതിൽ നമ്മൾ സെന്റിമീറ്റർ, മീറ്റർ, ലിറ്റർ, മില്ലി ലിറ്റർ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കെയിലിനെ പറ്റി പഠിക്കുന്നുണ്ട് ഇല്ലേ? അതൊക്കെയാണ് നമ്മൾ സ്കെയിലിനെ പറ്റി പഠിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു പെൻസിലിനെയൊക്കെ വെച്ച് അളന്നിട്ട് സ്കെയിലിനെ പറ്റി പഠിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? ഈ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് നമ്മുടെ മാത്സിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു സംഭവം എന്തായാലും നിങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോവാം, അങ്ങനെയല്ലേ പോവുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡെയിലി എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ഞാൻ പറയാണ്. എന്താണ് ആ കാര്യം? ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മക്കളെ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ കാര്യം പോക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. പിന്നീട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്കൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതിൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ ഇത് എല്ലാ സാധനങ്ങളും അതിൽ വരും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ബൈ. സീ യു.